അയോധ്യ രാമക്ഷേത്രത്തിനടുത്ത് മാംസാഹാരം വിലക്കി 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വിലക്ക്. മദ്യവിൽപ്പനയ്ക്കും ഈ മേഖലയിൽ വിലക്കുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ഈ പഞ്ച്കോശി പരികർമ്മയുടെ ഭാഗമായിട്ടുള്ള നിയന്ത്രണമാണോ? എത്ര ദിവസത്തേക്കാണ് ഈ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ വിലക്ക് ഉള്ളത്? ഇതിന് കൃത്യമായിട്ടുള്ള ടൈം ലൈൻ എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൺലൈൻ ഡെലിവറിക്ക് കുറച്ചുകൂടി കടിഞ്ഞാണിടുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അയോധ്യ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു ഉത്തരവ്. പ്രത്യേകിച്ചും അത് തന്നെ അസിസ്റ്റന്റ് ഫുഡ് ഇൻസ്പെക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇനി മുതൽ നോൺ വെജ് ആഹാരങ്ങൾ അത് ഹോട്ടലിൽ നൽകാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രമല്ല, അത് ഓൺലൈൻ ഡെലിവറിയും ചെയ്യാൻ പാടില്ല. ഒപ്പം തന്നെ ഈ മാംസാഹാരത്തിന് പുറമെ മദ്യത്തിനും ഈ വിലക്കുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം മെയ്യിൽ ഈ രാംപഥ്, അതായത് അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്നും ഫൈസാബാദിലേക്ക് ബന്ധിപ്പിക്കുന്ന പാതയാണ്, 14 കിലോമീറ്റർ ദൂരമുണ്ട്. ആ പാതയ്ക്ക് ഓരത്തുള്ള കടകളെല്ലാം തന്നെ ഈ മാംസാഹാരവും മദ്യവും വിലക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിയമത്തെ എല്ലാം തന്നെ പലരും ഭേദിച്ചുകൊണ്ട് ഈ അതിഥികൾക്ക്, ഹോട്ടലിലും റിസോർട്ടിലും എത്തുന്ന അതിഥികൾക്ക് മാംസാഹാരവും മദ്യവും വിളമ്പി എന്നുള്ള പരാതികൾ അത് തുടരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് ഈ നടപടികൾ, നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കുക, വിലക്ക് കുറച്ചുകൂടി കർശനമാക്കുക എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലുകൾക്ക് പുറമെ നമുക്കറിയാം സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ആപ്പുകളുണ്ട്. ഇവയിലൂടെ ഒന്നും തന്നെ ഇനി മുതൽ ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ മാംസാഹാരങ്ങൾ ഒന്നും തന്നെ ഓർഡർ ചെയ്യാനോ അത് ഡെലിവർ ചെയ്യാനോ അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പറഞ്ഞിരിക്കുന്ന കാര്യം.